കോട്ടയം അപ്പാഞ്ചിറയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും യുവാവ് പുറത്തേക്ക് ചാടി. കൊല്ലം സ്വദേശി അൻസറാണ് വേണാട് എക്സ്പ്രസിൽ നിന്നും ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെയിൽവേ പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവ് ട്രെയിനിന്റെ വാതിൽ വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, എന്താണ് ഈ സംഭവം? ഇപ്പോൾ ഈ റെയിൽവേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഈ യുവാവിന്റെ ആരോഗ്യനില എങ്ങനെ? നിന്റെ ബൈക്കാണോ? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ യുവാവ് ഇപ്പോൾ ഉള്ളത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു, തലയ്ക്കടക്കം പരിക്കേറ്റിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു വേണാട് എക്സ്പ്രസിൽ നിന്നും ആപ്പാഞ്ചിറയ്ക്ക് സമീപത്ത് വെച്ച്, പാലത്തിന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഈ യുവാവ് എടുത്ത് ചാടുന്നത്. ഈ സ്റ്റെപ്പിൽ നിന്ന് യാത്ര ചെയ്യുന്നത് കണ്ട് യാത്രക്കാരും അതുപോലെ തന്നെ ഇവിടെ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന റെയിൽവേ പോലീസും ഈ യുവാവിനോട് അകത്തേക്ക് കയറാൻ പലതവണ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ഈ യുവാവ് ഈ ആപ്പാഞ്ചിറ റെയിൽവേ സ്റ്റേഷൻ, അത് വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തെത്താറായപ്പോൾ ആ ട്രെയിനിൽ നിന്നും എടുത്ത് ചാടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, നല്ല സ്പീഡിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സാഹസികതയ്ക്ക് ഈ യുവാവ് മുതിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാടിയത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്, റെയിൽവേ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ SIയും അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പറും എല്ലാം തന്നെ ഈ വീഡിയോ കണ്ട് ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത ശേഷം അവിടെ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിലത്ത് വീണ് കിടക്കുന്ന രീതിയിൽ ഈ യുവാവിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ അവർ ഈ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതുകൊണ്ടാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതെന്ന് നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സാഹസികമായിട്ടുള്ള ഒരു രംഗം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.